നാട്ടിൽ നിന്ന് UAE യാത്രയ്ക്കൊരുങ്ങുന്ന പലരും ആശങ്കയിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലെ വിമാനത്താവളങ്ങളിൽ UAE സന്ദർശക വിസക്കാരുടെ മേലുള്ള പരിശോധനകൾ കർശനമാക്കിയിരുന്നു. എന്നാൽ കൃത്യമായ യാത്രാരേഖകൾ ഉള്ളവർക്ക് ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യവുമില്ലെന്ന് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പറയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നാട്ടിലെ വിമാനത്താവളങ്ങളിൽ UAE സന്ദർശക വിസക്കാരുടെ മേലുള്ള പരിശോധനകൾ കർശനമാക്കിയതോടെ ഒട്ടേറെ പേരുടെ യാത്ര മുടങ്ങി. സന്ദർശക വിസക്കാർക്കുള്ള വ്യവസ്ഥകൾ വിമാന കമ്പനികൾ കർശനമായി പാലിച്ചതോടെയാണിത്. എന്നാൽ കൃത്യമായ യാത്രാ രേഖകളുള്ളവർ ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യവുമില്ല. ടൂറിസ്റ്റ് വിസയിൽ നാട്ടിൽ നിന്ന് UAEയിലേക്ക് യാത്ര തിരിക്കുന്നവർ ഇക്കാര്യങ്ങളുണ്ടെന്ന് ഉറപ്പുവരുത്തുക. കുറഞ്ഞത് 3000 ദിർഹമോ തത്തുല്യമായ സംഖ്യയുടെ കറൻസിയോ ക്രെഡിറ്റ് കാർഡ് ഉണ്ടായിരിക്കണമെന്നതാണ് ഇതിൽ പ്രധാനപ്പെട്ടത്. ടൂറിസ്റ്റ് വിസയിൽ വരുന്ന സമയത്ത് റിട്ടേൺ ടിക്കറ്റ് മസ്റ്റാണ്. അതുപോലെ തന്നെ ഹോട്ടൽ ബുക്കിംഗ്. നമ്മൾ ടൂറിസ്റ്റിന് ഇവിടെ വരുന്നതാണ്. ടൂറിസ്റ്റ് വരുന്ന സമയത്ത് ഹോട്ടൽ ബുക്കിംഗ് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിൻ്റെ സ്റ്റേ പ്രൂഫ്. നമ്മളിവിടെ വന്നാൽ നമുക്ക് ബുദ്ധിമുട്ടി പോകരുത്. ഇവിടെ വന്നാൽ ഇവിടെ ചിലവഴിക്കാനുള്ള ബേസിക് കാര്യങ്ങളൊക്കെ നമുക്ക് ഭക്ഷണം കാര്യങ്ങളൊക്കെ ചിലവഴിക്കാനുള്ള ആ ഒരു എമൗണ്ടാണ്. ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത് 3000 ദിർഹംസ് ഓർ ഇക്വലന്റ് ടു ഇന്ത്യൻ റുപ്പീസ് 50,000 ആണ്. സന്ദർശക വിസയിൽ UAEയിൽ എത്തിയാലും ശ്രദ്ധ വേണം. വിസ കാലാവധി കഴിഞ്ഞ് തിരിച്ചു പോകാതെ രാജ്യത്ത് താമസിക്കുന്നത് നിയമലംഘനമാണ്. നമുക്ക് 1 മന്ത് വിസ അല്ലെങ്കിൽ 2 മന്ത് വിസ ഇതിനൊക്കെ ഗ്രേസ് പീരീഡ് ഉണ്ടായിരുന്നു. മുന്നേ ഗ്രേസ് പീരീഡ് 10 ഡേയ്സ് ഗ്രേസ് പീരീഡ്. ഒരു വർഷമായിട്ട് ഇത് വിത്ഡ്രോൺ ചെയ്തു. അപ്പം ഇന്നും ആളുകൾ കൃത്യമായി അറിയുന്നില്ല എന്നതാണ്. ഇപ്പം നിങ്ങളൊരു വിസ വന്നു, നിങ്ങൾ ജൂൺ 8 തിരിച്ചു പോകണം. അവർ കരുതും 18 പോയാൽ മതി, ഒരു 10 ദിവസം കൂടി ഉണ്ടെന്ന്. ഈ ഒരു ഇഗ്നോറൻസ് ആണ് മെയിൻലി വരുന്നത്. കാരണം ഇപ്പം ഇന്ന് ലാസ്റ്റ് മെയ് മുതൽ UAE ഗവൺമെൻറ് ഇത് വിത്ഡ്രോ ചെയ്തു. സന്ദർശക വിസ എടുത്ത കാലാവധി കഴിഞ്ഞ് തിരിച്ചു പോകാതെ നിയമം ലംഘിച്ച് UAEയിൽ താമസിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചതാണ് കർശനമായ പ്രവേശന നിയന്ത്രണങ്ങൾ നടപ്പിലാക്കാൻ അധികൃതരെ നിർബന്ധിതരാക്കിയ കാരണങ്ങളിലൊന്ന്. ഷിൻസു സെബാസ്റ്റ്യൻ, ജനം, ദുബായ്.